പക്ഷെ ഇനി വസ്തുതകളെ യാഥാർത്ഥ്യബോധത്തോടെ കാണണ്ടേ? ഭീകരവാദത്തെ അമർച്ച ചെയ്യാൻ കഴിഞ്ഞു? 26 ഇന്ത്യൻ പൗരന്മാരെ വെടിവെച്ച് കൊന്ന ഭീകരവാദികളെ പിടിക്കാൻ പറ്റിയോ? അവരെ ഞങ്ങൾക്ക് കൈമാറണം എന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെടാൻ പറ്റിയോ? ട്രംപ് പറയുന്നു ഞാനാണ് ഇതൊക്കെ ഇടപെട്ട് നേരെയാക്കിയതെന്ന്. അത് ശരിയാണോ? ആണെങ്കിൽ ആരാണ് ഈ ട്രംപ്? അയാൾക്ക് എന്താണ് ഇവിടെ കാര്യം? വിശദീകരിക്കണ്ടേ? എന്തുകൊണ്ട്? ഇന്ത്യ ഒരിക്കലും മൂന്നാം കക്ഷിയുടെ ഇടപെടൽ അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യ പാക് പ്രശ്നങ്ങളിൽ ചരിത്രത്തിലുടനീളം നമ്മുടെ രാജ്യം പുലർത്തിപ്പോന്ന നിലപാട്, ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള പ്രശ്നങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്ത് തീർക്കണം. ഒരു മൂന്നാം കക്ഷി വേണ്ട, അതാണ് നിലപാട്. അതെന്തുകൊണ്ടാണ്? അന്തസ്സുള്ള ആരും അനുവദിക്കില്ല. ഒരു മൂന്നാം കക്ഷി അനുവദിച്ചാൽ നമ്മുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് അത് വ്യാഖ്യാനിക്കപ്പെടുക. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്യണം, നല്ല നിലയിൽ അതെല്ലാം പരിഹരിക്കണം. അതിന് അമേരിക്കയുടെ ഇടപെടൽ വേണ്ട. ആ ഇടപെടലുമായി വന്നാൽ പിന്നെ നാളെ അമേരിക്കയെയും താങ്ങണം. അവന്റെ സൈനിക താവളമായി ഇവിടുത്തെ ഭൂപ്രദേശങ്ങൾ വിട്ടുകൊടുക്കണം. നമ്മുടെ സമുദ്രാതിർത്തിയിൽ അവൻ കടന്നു വരും. ഈ അപകടങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ് പണ്ടേ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ അംഗീകരിച്ചിട്ടില്ല. അതിന് മാറ്റം വന്നോ? വന്നെങ്കിൽ ഏതൊക്കെയാണ് ഉപാധികൾ? ഇതൊക്കെ വിശദീകരിക്കണ്ടേ? ഇന്ത്യ ഗവൺമെന്റ് ഇന്ന് രാജ്യത്ത് ഉയർന്നു വരുന്ന ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. 26 ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്നുവെന്ന് മുതലക്കണ്ണീരൊഴുക്കിയിട്ട് കാര്യമില്ല. ആ 26 ഇന്ത്യൻ പൗരന്മാരുടെ ജീവന് എന്തു വിലയാണ് ഇന്ത്യ ഗവൺമെന്റ് കണക്കാക്കുന്നത്? ഇപ്പൊ പഹൽഗാമിൽ പോയിട്ടുള്ളവർ ഈ കൂട്ടത്തിൽ ഒരു പക്ഷേ ഉണ്ടാവും. ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ് പറയുക. അതിമനോഹരമായ ഒരു ഭൂപ്രദേശം കശ്മീരിലാണ്. പഹൽഗാമിന്റെ തൊട്ടടുത്തുള്ള 5-8 കിലോമീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിയാൽ എത്തിച്ചേരാൻ കഴിയുന്ന വിനോദസഞ്ചാരികൾ ഗണ്യമായ അളവിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ചില കൊച്ചു താഴ്വരകളുണ്ട്. അതാണ് ഈ ഭീകരർ കൂട്ടക്കൊല നടത്തിയ ബൈസരൻ വാലി, ചന്ദൻവാടി, ആരൂ വാലി, ബദാബ് വാലി എന്നൊക്കെ പറയുന്ന കുറെ സ്ഥലങ്ങളുണ്ട്. എല്ലാം അതിമനോഹരമാണ്. ബദാബ് എന്ന് പറയുന്ന പഴയൊരു ഹിന്ദി സിനിമ ചിത്രീകരിച്ച സ്ഥലമാണ് ഇന്ന് ബദാബ് വാലി എന്നറിയപ്പെടുന്നത്. അതിമനോഹരമായ സ്ഥലങ്ങൾ. ഈ സ്ഥലങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത, എല്ലാം കൊച്ചു കൊച്ചു താഴ്വരകളാണ്. ഒന്ന് നോക്കിയാൽ നമ്മുടെ ദൃഷ്ടിപരിധിയിൽ ഉൾപ്പെടുന്ന ഭൂപ്രദേശം മാത്രമേ ഉള്ളൂ. ചെറിയ തുരുത്തുകൾ അങ്ങനെയാണ്. ഇവിടങ്ങളിലെല്ലാം ആയിരക്കണക്കിന് വരുന്ന വിനോദസഞ്ചാരികൾ നിത്യേന വരുന്നു, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും. പോയിട്ടുള്ളവർ ഓർമ്മിക്കുന്നുണ്ടാവും, ശ്രീനഗറിൽ നിന്നും നിങ്ങൾ യാത്ര പുറപ്പെട്ടാൽ പഹൽഗാം എത്തുന്നത് വരെ പാതയോരത്ത് 100-200 മീറ്റർ പിന്നിടുമ്പോൾ സായുധനായ ഒരു സൈനികനെ കാണാൻ പറ്റും. AK-47 തോക്കൊക്കെ പിടിച്ചൊരു ഇന്ത്യൻ പട്ടാളക്കാരൻ നിൽക്കുന്നുണ്ടാവും. എന്തിനാണ് ഇത്ര വലിയ സുരക്ഷ? പഹൽഗാമിലെത്തിയാൽ ഞാൻ മേൽപ്പറഞ്ഞ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും സൈന്യമുണ്ടാവും. അത് വെറുതെ നിൽക്കുന്നതല്ല. വർഷങ്ങൾക്ക് മുൻപ് ഇതേ പഹൽഗാമിൽ വിദേശ വിനോദസഞ്ചാരികളെ ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയി നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞു. ആ അനുഭവം, വിനോദസഞ്ചാരികളുടെ ചോര വീണ മണ്ണാണ് പഹൽഗാം. ആ അനുഭവത്തിന്റെ കൂടി വെളിച്ചത്തിൽ അതീവ ജാഗ്രത നമ്മുടെ സൈന്യം പുലർത്തിയ പ്രദേശമാണിതെല്ലാം. അതിൽ തന്നെ ഈ ബൈസരൻ വാലിയുടെ പ്രത്യേകത, അവിടേക്ക് കാറിൽ പോകാൻ പറ്റില്ല, ബാക്കി എല്ലായിടത്തും കാറിൽ പോവാം. ബൈസരൻ വാലിയിലേക്ക് പോകണമെങ്കിൽ ഒന്നുകിൽ ദുഷ്കരമായ വഴിയിലൂടെ നമ്മൾ നടന്നു പോകണം, അല്ലെങ്കിൽ കുതിരയുടെ പുറത്ത് പോകണം. ഈ 2 മാർഗമേ ഉള്ളൂ. അവിടെ ആണ് ഭീകരർ ഈ കൂട്ടക്കൊല നടത്തിയത്. ഒരൊറ്റ സൈനികൻ പോലും ഉണ്ടായിരുന്നില്ല. നിതാന്ത സൈന്യ സാന്നിധ്യം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഒരൊറ്റ പട്ടാളക്കാരൻ പോലും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതെങ്ങനെ സംഭവിച്ചു? ടിക്കറ്റ് വാങ്ങിയിട്ടാണ് ആളുകളെ കടത്തിവിടുന്നത്. അവിടെ എന്തുകൊണ്ട് സൈനികർ ഉണ്ടായില്ല? ഒന്നാമത്തെ ചോദ്യം അതാണ്. മുൻപ് ഭീകരർ സഞ്ചാരികളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ അനുഭവം ഉണ്ടായിട്ടും, നിതാന്ത ജാഗ്രതയുള്ള സൈനിക ജാഗ്രതയുള്ള പ്രദേശമായിരുന്നിട്ടും അന്നെന്തുകൊണ്ട് സൈന്യം ഉണ്ടായില്ല? മറുപടി പറയണ്ടേ? 2, ഈ പ്രദേശത്തേക്ക് ഭീകരവാദികൾ വരണമെങ്കിലും ഈ വഴിയിലൂടെ നടന്നു വരണം, അല്ലെങ്കിൽ കുതിരപ്പുറത്ത് വരണം. അതിർത്തി കടന്ന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഇപ്പറഞ്ഞ സ്ഥലത്തെ കിലോമീറ്ററുകൾ കാൽനടയായോ കുതിരപ്പുറത്തുമാണ് ഇവർ തോക്കുമായിട്ട് വന്നിട്ടുള്ളത്. കൂട്ടക്കൊല നടത്തി അതേപോലെ തിരിച്ചും പോയി.
ഈ സുരക്ഷാ വീഴ്ചയ്ക്ക് ആര് സമാധാനം പറയും? ഇതല്ലേ ചോദ്യം. ആ ഭീകരവാദികൾ ഇന്നെവിടെ? ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാനാവില്ല. ആ ഘട്ടത്തിൽ ഇതൊന്നും ആരും ചോദിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഒരു സംഘർഷം ഉരുണ്ടുകൂടുമ്പോ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് സൈന്യത്തെയും ഗവൺമെന്റിനെയും പ്രതിരോധത്തിലാഴ്ത്തുന്നത് ശരിയല്ല. അതുകൊണ്ട് ആ സമയത്ത് നമ്മുടെ രാജ്യ താല്പര്യങ്ങളുടെ പിന്നിൽ നിൽക്കുക. അതിന്റെ അർത്ഥം ഞങ്ങൾ ഇതെല്ലാം മറന്നുപോയി എന്നല്ല. ആ 26 മനുഷ്യരുടെ ജീവന് ഇന്ത്യ ഗവൺമെന്റ് കണക്ക് പറഞ്ഞേ തീരൂ. ആ ഉത്തരവാദിത്വം ഉണ്ട്.